ഹായ് ഗഡീസ്, പച്ചടി കാളൻ ഇഞ്ചമ്പുളി. ഇനി നമുക്ക് ഉണ്ടാക്കാം സദ്യ സ്പെഷ്യൽ ഓലൻ. സോ വെൽക്കം ടു നമ്മുടെ സ്വന്തം ബിഞ്ച് അഡ്വഞ്ചേഴ്സ് ആൻഡ് ദിസ് ഇസ് ബാബി. ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. ഓലൻ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഒരു കഷ്ണം കുമ്പളങ്ങ, കുറച്ച് വേപ്പില, പച്ചമുളക്, ഉണക്കപ്പയർ, ഒരു തേങ്ങയുടെ തേങ്ങാപ്പാൽ. ഞാനിവിടെ ഒരു 3/4 കിലോ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഈ ഒരു സൈസിലാണ് ഓലൻ ഉണ്ടാക്കാൻ കുമ്പളങ്ങ കട്ട് ചെയ്തെടുക്കേണ്ടത്. കഴുകി വെച്ച ഉണക്കപ്പയറിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ കുതിരാൻ വയ്ക്കും. കുതിർന്ന പയർ നമുക്ക് കുക്കറിലിട്ട് ഉപ്പിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1 സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 പാൽ എടുക്കാൻ വേണ്ടി തേങ്ങ ചിരകയിലോട്ട് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കാം. നമുക്കിത് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുക്കുമ്പോൾ കൊറ്റൻ കളയരുത്. നമുക്ക് 2/4 പാൽ എടുക്കാനും ഈ സെയിം കൊറ്റനാണ് ഉപയോഗിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള 1/4 പാൽ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 2/4 പാൽ എടുക്കാൻ വേണ്ടി പിഴിഞ്ഞ് വെച്ച കൊറ്റനിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം. നമുക്കിനി 2/4 പാൽ പിഴിഞ്ഞെടുക്കാം. ചട്ടിയിലോട്ട് തന്നെയാണ് 2/4 പാൽ ഞാൻ പിഴിഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ഇനി കുമ്പളങ്ങ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിലോട്ട് 5 പച്ചമുളക് കീറിയിടാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിനി ചെറിയ തീയിൽ വേവിക്കാൻ വെക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ച പയർ നമുക്ക് വെള്ളം മാറ്റിയെടുക്കാം. നമ്മുടെ കുമ്പളങ്ങ ഒരു 15 മിനിറ്റ് ആയിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുമ്പളങ്ങ വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് പയറിട്ട് കൊടുക്കാം. നമുക്കിനി തീ ഓഫ് ചെയ്തിട്ട് 1/4 പാൽ ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/4 പാൽ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ഫ്ലേവറിന് വേണ്ടി നമുക്ക് 2 തണ്ട് വേപ്പില ഒന്ന് വെക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. നമ്മുടെ ഓലൻ റെഡി. അങ്ങനെ ഓണത്തിനുള്ള ഓലനും റെഡി. അപ്പോൾ വീണ്ടും കാണാം കൂടുതൽ ഓണ വിഭവങ്ങളുമായി ബിഞ്ച് അഡ്വഞ്ചേഴ്സ്.